എന്റെ പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഞാനൊരു പോസ്റ്റർ കാണിക്കാം. പോസ്റ്റർ ഇതാണ്. ഇന്ന് വീഡിയോ ഒന്നുമില്ല എനിക്ക് കാണിച്ചു തരാൻ, പോസ്റ്ററേ ഉള്ളൂ. നിങ്ങൾക്കത് വായിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള വിചാരത്തിൽ ഒപ്പം തന്നെ സൈഡിൽ ഞാൻ അത് വെക്കാം. ഒന്ന് വായിച്ചു തരികയാണേ. LDF സർക്കാർ അവസാന ബജറ്റിൽ പ്രഖ്യാപിച്ച സൗജന്യ ഡിഗ്രി വിദ്യാഭ്യാസം നടപ്പിലാക്കണം, അല്ലാത്ത പക്ഷം ശക്തമായ സമരം എന്നാണ് SFA പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾ പറയാം, ഡേ സനൂപ് താവോ, നീ രാവിലെ തന്നെ വന്നുകൊണ്ട് ഓരോന്ന് കൊണക്കല്ലടേ, രാവിലെ തന്നെ വന്നുകൊണ്ട് ഈ VD സതീശൻ സർക്കാരിനെ കൊണ്ട് ആകെ ബുദ്ധിമുട്ടിലാക്കല്ലടേ എന്നുള്ള വർത്തമാനമായിട്ട് ആരും വരണ്ട. ഞാൻ ഇതൊരു വളരെ നീറ്റായിട്ട് കാര്യം പറഞ്ഞു വയ്ക്കാം. LDF സർക്കാർ അവസാനം ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അവരുടെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചൊരു കാര്യമായിരുന്നു സൗജന്യ ഡിഗ്രി വിദ്യാഭ്യാസം. നമുക്കൊരു 10ാം ക്ലാസ് വരെ ഡിഗ്രി, പ്ലസ് ടു വരെയൊക്കെ വിദ്യാഭ്യാസം ഫ്രീ ആണല്ലോ. അതേപോലെ ഒരു 15 വയസ്സ് വരെ ഫ്രീ ആണെങ്കിൽ ഇനിയിപ്പോൾ ഡിഗ്രി വിദ്യാഭ്യാസം കൂടി ഫ്രീ ആയിട്ട് നൽകണമെന്നാണ്, അല്ലെങ്കിൽ നൽകണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മുടെ പിണറായി സർക്കാർ പോയിരുന്നു. എന്തെങ്കിലും ഒരു അബദ്ധവശാൽ, ഇപ്പം അങ്ങനെയൊക്കെ പറയണല്ലോ, അബദ്ധവശാൽ അദ്ദേഹം മൂന്നാമതും അധികാരത്തിൽ കയറിയിരുന്നുവെങ്കിൽ ഒരു സംശയം വേണ്ട, ഈ ഒരു പദ്ധതി അദ്ദേഹം പ്രഖ്യാപിക്കുമായിരുന്നു. ആരും അറിയില്ല കേട്ടോ, ഒരു മനുഷ്യജീവി അറിയില്ലേ. ഇത് പ്രഖ്യാപിച്ചത് ആരും അറിയാതെ അങ്ങോട്ട് മണ്ണിട്ട് മൂടും. പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിന്റെ ഇടയിലും അടക്കി വെക്കും ആൾക്കാർ. എന്നിട്ട് എന്ത് ചെയ്യും? അതങ്ങോട്ട് മറന്നു കളയും. ഓ, പിണറായി വിജയൻ അല്ലെങ്കിൽ അത് നടത്താൻ കഴിയുമെന്നേ, ആര് വന്നാലും ഇതിങ്ങനെയൊക്കെ തന്നെയാണെന്നേ, ആരൊക്കെ അധികാരത്തിൽ കയറിയാലും എന്റെ കെട്ടിയോന് ജോലിക്ക് പോകണമെന്നേ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ഇടയിൽ സംഗതി അങ്ങോട്ട് അങ്ങനെ കയറി കുത്തിരിക്കും. എന്തായാലും ഇവിടെ പറയാനുള്ള സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇദ്ദേഹം അധികാരത്തിൽ കയറിയ അന്ന് മുതൽ പലതും നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളയിൽ നിർത്തലാക്കി, പാലിന് വില കൂടി, പെട്രോൾ വിലയുടെ കാര്യത്തിൽ ബബ്ബയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാലവാടി കുട്ടികൾക്ക് ബിരിയാണി കിട്ടിയിരുന്നു, കോഴിമുട്ട കിട്ടിയിരുന്നു. ഈ കാര്യത്തിലൊക്കെ ഇനിയിപ്പോൾ അതൊന്നും കിട്ടുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ സംശയമാണ്. മിക്കവാറും കുടുംബത്തിൽ ഇരുത്തേണ്ടി വരും കുട്ടികളെ. പിന്നെന്താണ്, ഒരു ബ്രൂവറി, ജോലി സാധ്യതയുള്ള യുവാക്കൾക്ക് ജോലി സാധ്യതയുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു, അത് ഇനി നടത്തൂലാന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ 4-5 ദിവസത്തിനൊരിക്കൽ 4-5 പദ്ധതികളാണ് നിർത്തലാക്കുന്നത്. ഇതിലത്തെ ഏതെങ്കിലും ഒന്ന് തുടങ്ങുകയാണെങ്കിൽ എന്തൊരു ഭാഗ്യമായനെ. ഇന്ന ശരി, പോട്ട്, നിർത്തലാക്കി പോട്ടെ പുല്ല്. അയ്യോ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി. എന്താണ്? ലൈഫ് പദ്ധതി അല്ലയോ, വീട് നിർമ്മിക്കുന്ന പദ്ധതി, അതും നിർത്തലാക്കി. അപ്പൊ 6 അങ്ങനെ എല്ലാം നിർത്തലാക്കാണ്. ഒന്നും ഇവന്മാർ തുടങ്ങിയതായിട്ടൊന്നും കേൾക്കാനില്ല. ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇങ്ങനെ നിർത്തലാക്കുന്ന സമയത്താണ് SFIക്കാർക്ക് ഒരു സംശയം, അല്ല പോയി ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ടൊരു വിദ്യാഭ്യാസം കിട്ടുമായിരുന്നു, ഇനി അതും നിർത്തലാക്കുമോ എന്നാണ് ഇവരെ കൺഫ്യൂഷൻ. എന്തായാലും റിപ്പോർട്ടർ ചാനല് ഇത് ഗംഭീര വാർത്തയൊന്നും ആക്കിയിട്ടില്ല, അവർ ചുമ്മാ എഴുതിയിട്ടു, അത്ര മതിയല്ലോ അല്ലെ. കാരണം ഇതൊക്കെ ഇങ്ങനെ വാർത്ത ആക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതുതായിട്ട് ഇങ്ങനെ അധികാരത്തിൽ കയറിയ സർക്കാരിനെ ശ്വാസം മുട്ടിക്കുന്നത് തുല്യല്ലേ. അപ്പൊ ഇതൊന്നും വാർത്തയാക്കാൻ പാടില്ലെന്നേ, ഇതൊന്നും ആരും അറിയരുത് കേട്ടോ. കുട്ടികൾക്ക് ഉപകാരം കിട്ടുന്ന പരിപാടികളല്ലേ, അതുകൊണ്ട് ഇതൊന്നും ആരും അറിയരുത് എന്നാണ് റിപ്പോർട്ടറിന്റെ കൂടി ഒരു എന്ത് ചെയ്യാൻ കഴിയും. എല്ലാവരും ഒരു വലതുപക്ഷമായി കഴിഞ്ഞാലോ, നമ്മളുണ്ടല്ലോ ഇടതുപക്ഷമായിട്ട്. എന്തായാലും LDF സർക്കാർ ബജറ്റ് പ്രഖ്യാപിച്ച് സൗജന്യ ഡിഗ്രി വിദ്യാഭ്യാസം നടപ്പിലാക്കണം, അല്ലാത്ത പക്ഷം ശക്തമായ സമരം എന്നാണ് ഇപ്പോൾ SFI പറയുന്നത്. തുടക്കത്തിൽ ഇങ്ങനെ തന്നെ പദ്ധതി അട്ടിമറിക്കപ്പെടുമോ എന്നുള്ള ആശങ്കയുണ്ടെന്നും SFI പറഞ്ഞു. അതിലെന്താ സംശയം? എന്തിനാ നിങ്ങൾ ഇങ്ങനെ വെറുതെ ആശങ്കയുമായിട്ട് നടക്കുന്നത്? അതൊരു യാഥാർത്ഥ്യമല്ലേ? ഒരു ആവശ്യമില്ലാതെ ആശങ്കയിട്ട് നടക്കുന്നു. വാർത്ത കേട്ടോളൂ. ഇടതുപക്ഷ സർക്കാർ അവസാന ബജറ്റിൽ പ്രഖ്യാപിച്ച് സൗജന്യ ഡിഗ്രി തല വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് SFI. കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം സൗജന്യമാക്കി പ്രഖ്യാപിച്ചത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രതീക്ഷയും മുന്നേറ്റവുമാണ് സൃഷ്ടിച്ചത്. സൗജന്യ വിദ്യാഭ്യാസം സാധാരണക്കണക്കിന് വരുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് മാനസിക സമ്മർദ്ദങ്ങൾ ഒന്നുമേ ഇല്ലാതെ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ അവർക്ക് സാധിക്കും. ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ഈ ഒരു പദ്ധതി അട്ടിമറിക്കപ്പെടുമോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അട്ടിമറിക്കുന്നുണ്ടെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന ലീഗാണ്, മുസ്ലിം ലീഗാണ്. അവർ നേരത്തെ നമുക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടി വരും. സോറി, മുസ്ലിം ലീഗ് അല്ലല്ലോ അല്ലേ, കേരള കോൺഗ്രസോ? ഇതൊരു കോൺഗ്രസ് ആണ്. ശരി, സൗജന്യ ഡിഗ്രി തല വിദ്യാഭ്യാസം പ്രതീക്ഷാ നിർഭരമായ പദ്ധതി അട്ടിമറിക്കപ്പെട്ടാൽ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇത് തിരിച്ചടിയാവുക. 2026-27 അധ്യയന വർഷം മുതൽ തന്നെ ഈ സംഗതി കുട്ടികൾക്ക് ലഭ്യമാകണം, പ്രയോജനമാകണം എന്നാ പറയുന്നത്. ഇതില് അത്ര വലിയ പണമൊന്നും ചെലവഴിക്കേണ്ടതില്ല എന്ന് തോന്നിപ്പോകുന്നത്.
ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇങ്ങനെ പല സ്ഥലത്തും പോയി കഷ്ടപ്പെട്ട് കുറേ പണം ചെലവഴിച്ച് വിദ്യാഭ്യാസം നേടുന്ന എന്ന് പറയുന്ന പരിപാടി അവസാനിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ വിദ്യാഭ്യാസം നേടുകയും അതിന്റെ ഭാഗമായിട്ട് വിജയിക്കുകയും നമുക്ക് തന്നെ മുതൽക്കൂട്ടാവുന്ന ഒരു പുതിയ തലമുറ പുറത്തേക്ക് വരികയും ചെയ്യും. ഒരു സംശയമില്ല, ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് LDFകാരാണ് തുടങ്ങിയത് എന്നതിൻ്റെ ഒരു കയ്പ് നീര് കുടിക്കേണ്ട ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് LDF തുടങ്ങിയോണ്ട് നിർത്തലാക്കുക എന്നുള്ള പരിപാടിയൊന്നും വേണ്ട കേട്ടോ. അത് വളരെ മോശമല്ലേ? അങ്ങനെ എന്തായാലും SFI അവരുടെ സംസ്ഥാന കമ്മിറ്റി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അവർ ഗംഭീരമായിട്ട് ആ പ്രസ്താവനയിൽ പറയുന്ന കാര്യങ്ങളൊന്ന് പറയുന്നത്, ഈ ഒരു പദ്ധതി അട്ടിമറിക്കപ്പെടുന്നുള്ള ആശങ്ക തന്നെയാണ് അതിലവർ പങ്കുവെക്കുന്നത്. പെട്ടെന്ന് തന്നെ ഈ ഒരു വർഷം തന്നെ ഇത് നടപ്പിലാക്കണം, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ അണിനിരത്തി കേരളത്തിന്റെ കലാലയങ്ങളും തെരുവുകളും സമരമുഖരിതമാവുമെന്നും SFI സംസ്ഥാന കമ്മിറ്റി പ്രസ്താവനയിൽ അറിയിക്കുന്നു. അതല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷ പാർട്ടികളെ സൂക്ഷിക്കണം. അത് ആരായാലും ഇടതുപക്ഷങ്ങളെ പ്രതിപക്ഷത്താണെങ്കിൽ സൂക്ഷിക്കണം. ആ ഒരു വിഷയങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് വയ്ക്കും. സമരം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് സമരമായിരിക്കും. അല്ലാതെ പോലീസ് ജീപ്പ് ദൂരെ കാണുമ്പോൾ കൊടിയും എന്താ പറയുക ആ റോട്ടുമിക്ക് വലിച്ചെറിഞ്ഞ് തടിത്തോളിയേ എന്ന് പറഞ്ഞിട്ട് ഓടുന്ന പരിപാടിയൊന്നും ആർക്കും ഉണ്ടാവില്ല, SFIക്കാർക്ക് ഉണ്ടാവില്ല. അവര് നെഞ്ചു പിരിച്ച് നിൽക്കും. അപ്പൊ സുഹൃത്തുക്കളെ, ബബായ്. അട്ടിമറിക്കപ്പെടാതിരിക്കട്ടെ, കുഞ്ഞുങ്ങളൊന്ന് വൃത്തിയായിട്ടൊക്കെ പഠിച്ചു പോയിക്കോട്ടെ. അപ്പോൾ ബബായ്. ഒന്ന് സബ് ചെയ്യണേ.